ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഒക്ടോബർ മാസം 2-ാം തീയതി കാവൽ മാലാഖയുടെ തിരുനാൾ ദിനം. ഇന്നു മുതൽ നമ്മൾ പ്രത്യേകമായ ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ സ്വന്തം മക്കളെ ഓർത്ത് വേദനിക്കുന്ന അനേകം മാതാപിതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. മക്കളുടെ വളർച്ചയോർത്ത്, അവർ പഠനമേഖലയോർത്ത്, അവരുടെ ജീവിത അനുഭവങ്ങളെ, ജീവിത ആഗ്രഹങ്ങളെ സമർപ്പിക്കുന്ന അനേകം മാതാപിതാക്കൾ. നമ്മളൊക്കെ പലപ്പോഴും മക്കളെ ഓർത്ത്, മക്കളുടെ വിഷമങ്ങളെ ഓർത്ത്, അവരുടെ പഠന തടസ്സങ്ങളെ ഓർത്ത്, പലവിധ ദുശീലം കടിമപ്പെടുന്നതിനെ ഓർത്ത് പലപ്പോഴും വേദനിക്കാറുണ്ട്. അനേകം മാതാപിതാക്കൾ പ്രാർത്ഥനാ സഹായം നമ്മളോട് ചോദിക്കാറുമുണ്ട്. ഇന്നു മുതൽ ഒരു വർഷക്കാലം നമ്മൾ അനുഗ്രഹത്തിൻ്റെ ഒരു പ്രാർത്ഥന ആരംഭിക്കുകയാണ്. കാരണം മാതാപിതാക്കൾക്ക് മക്കളെ ഓർത്ത് വേദനിക്കുമ്പോൾ, അവരുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് കൊടുക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം അപ്പനും അമ്മയും അവരെ അനുഗ്രഹിക്കുക എന്നതാണ്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും. ഇപ്പൊ മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ജീവിതത്തെ അനുഗ്രഹം ബലമുള്ളതാക്കി തീർക്കുമെന്ന വചനത്തോട് ചേർന്ന് ഇതു മുതൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ഓരോ വചനങ്ങൾ രാവിലെയും വൈകുന്നേരവും നമ്മൾ പ്രാർത്ഥിച്ച്, മക്കൾ എണീക്കുമ്പോഴും അവർ ഉറങ്ങാൻ പോകുമ്പോഴും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. വലിയ സമ്മാനമായി മക്കളുടെ ജീവിതത്തിൽ അടങ്ങുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ വചനത്താൽ നിറയുമ്പോൾ, വചനത്തിലൂടെ അഭിഷേകം നേടുമ്പോൾ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ എല്ലാ ബലഹീനതകളും, എല്ലാ ന്യൂനതകളും, എല്ലാ സങ്കടങ്ങളും, ജീവിതത്തിലെ എല്ലാ രോഗങ്ങളും, എല്ലാ പീഡകളും വിട്ടുമാറും. ആ ഒരു ആഗ്രഹത്തോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ഈശോയെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1-ാം ദിനമായ ഇന്ന് രാവിലെ ഈ പ്രഭാതത്തിൽ നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വചനം. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഈ വചനം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏത് രൂപരഹിതമായ അവസ്ഥയിലും, ഏതില്ലായ്മയിലും പരിശുദ്ധാത്മാവ് ആ മക്കളെ നയിക്കുവാൻ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി 1-ാം അധ്യായം 2-ാം വചനം. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഈ വചനത്തിന്റെ ശക്തിയിൽ, ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ കുഞ്ഞിൻ്റെ ആത്മശരീര മനോമേഖലകളിൽ പ്രവർത്തിക്കണമേ. കുഞ്ഞ് ദൈവഛായയിലേക്ക് വളരട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയോടുള്ള പ്രതിഷ്ഠാ ജപം ചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും, ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങൾ അങ്ങേ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ. അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗ്ഗത്തിൽ എത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ.